ഹായ് ഹലോ, എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ അല്ലെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ പ്രെയർ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷന് വേണ്ടി ഒരു ഇരിക്കാറുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ദിവസം എന്ന് പറയുന്ന 1440 മിനിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം, 1435 മിനിറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോളുക. അതിനകത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ ഒന്ന് ഇരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാമോ? ഞാനിപ്പം നിങ്ങളോട് എത്ര പേഴ്സണൽ പ്രെയർ അങ്ങനെയാണ്, നല്ലതാണ്, മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാതെ അത് മനസ്സിലാവില്ല. അതിന്റെ ആ ഒരു ബ്യൂട്ടി എത്രയാണ്. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഒരു ഉത്തരവ് അതിന്റെ അകത്ത് അവിടെ കാണും. അല്ലെങ്കിൽ ഇനി എങ്ങനെ ചെയ്യണം, മുമ്പോട്ട് പോകണം എന്നുള്ളതിന്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അത് കിട്ടാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, വിഷമം ഉണ്ടെങ്കിൽ അതിന് ഒരു ഉത്തരമൊക്കെ ആ ഒരു പേഴ്സണൽ പ്രെയറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ഏത് വിഷമങ്ങൾക്കും ഒരു ആൻസറും അവിടെ കാണും. അതുപോലെ തന്നെ നിങ്ങൾ ബൈബിള് വായിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ വായിക്കാത്ത വ്യക്തികളാണെങ്കിൽ ഒരു ബൈബിള് കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഒന്ന് ബൈബിള് ഡൗൺലോഡ് ചെയ്യാലോ. ഡൗൺലോഡ് ചെയ്ത് നമ്മൾക്ക് ഒരു ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് എടുത്തൊന്ന് മറിച്ചൊന്ന് വായിച്ചു നോക്കിയേ. ചില സമയത്ത് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒരു ബുക്ക് വായിക്കുന്ന ലാഘവത്തോടെ ചുമ്മാ വായിക്കാതെ, ഇതിന്റെ അകത്തുനിന്ന് ഈ ബൈബിൾ വായിക്കുമ്പോൾ ഈശോ എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ജീവിതത്തിലേക്ക് എന്താണ് തരാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ഒരു വിഷനായിട്ട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ആ ഒരു വചനം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം അവിടെ കിട്ടിയിരിക്കും. ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലാത്തത് കൊണ്ട് ട്രൈ ആൻഡ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ആണ്. അല്ലാതെ നമ്മൾ ഒത്തിരി പേര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവരത് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവർ പറയുന്നത് ബൈബിൾ വായിക്കണം, പേഴ്സണൽ പ്രെയർ ചെയ്യണം, അതൊക്കെ ഒത്തിരി വളരെ മനോഹരമായ കാര്യമാണെന്ന്. അപ്പം എല്ലാവരും റെഡിയല്ലേ? 1440 മിനിറ്റില് ഒരു 5 മിനിറ്റ് ഉള്ള സമയം അലാമില് ഒന്ന് മൊബൈൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ടൈമർ വെച്ചിട്ട് മൊബൈൽ ഫോണും വേറെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു ജസ്റ്റ് സ്റ്റാർട്ട് ഡേ, ലൈക്ക് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം ടൈം കണ്ടെത്തിയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പേഴ്സണൽ പ്രെയറിൽ ആയിട്ട് ശ്രമിക്കുക. ഗ്രൂപ്പ് പ്രേയേഴ്സും ഫാമിലി പ്രേയേഴ്സും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതും ജോലിയും എല്ലാ മീറ്റിങ്ങുകളും എല്ലാം നല്ലതാണ്. പക്ഷെ ഒരു തനിച്ചുള്ള ഒരു റിലേഷൻഷിപ്പിൽ വരിക എന്ന് പറയുന്നത് ഒത്തിരി മനോഹരമാണ്. ചില സമയത്ത് നമുക്ക് ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഇടയ്ക്ക് ഒന്ന് ഇരിക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പിലുള്ളതിലെക്കാട്ടിലും നമ്മൾക്കൊരു ഇഷ്ടമല്ലേ നമ്മളുടെ കൂടെ ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു സമയം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അത് ഒരുപക്ഷെ നമ്മുടെ പാർട്ട്ണറെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആയിട്ടുള്ളൊരു ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ ഉള്ള സമയമായിരിക്കാം. അവരൊക്കെ ഒത്ത് നമ്മളൊരു വലിയൊരു പാർട്ടിക്കൊക്കെ പോയിരുന്നാൽ പോലും ആ ഒരു പേഴ്സണലായിട്ട് എന്റെ മാത്രമായിട്ടുള്ള ഒരു സമയം എനിക്ക് കിട്ടുകയാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും അല്ലെ? അതുപോലെയാണ് നിങ്ങൾ പേഴ്സണൽ പ്രെയറിൽ ഇരിക്കുന്നത്. നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോയാണ് അവിടെ ഉള്ളത്, ദൈവമാണ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന് നിന്നോട് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനൊക്കെ കാണും. പക്ഷെ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് പറ്റാത്തതുപോലെ, പക്ഷെ ഒറ്റയ്ക്ക് കിട്ടുമ്പോഴല്ലേ കൂടുതൽ നമ്മളോട് കുറെ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തിയോട് നമ്മൾ സംസാരിക്കണേ. ആ ഒരു സംസാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാള് നിന്നെ സ്നേഹിച്ചുകൊണ്ട് അപ്പുറത്തിരിപ്പുണ്ട് കേട്ടാ. അപ്പൊ ആ വ്യക്തിയോട് നമുക്ക് സംസാരിക്കണ്ടേ? എപ്പോഴും നിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയല്ലേ അത്. ആ ഈശോയോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാനോ, ഒരു 5 മിനിറ്റ് അല്ലേ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തണ്ടേ? അതിനുവേണ്ടിയുള്ളൊരു ദിവസം ആയി മാറട്ടെ ഇന്നു മുതലുള്ള ഒരു ദിവസം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം വീണ്ടും വേറൊരു വീഡിയോ ആണ് കാണുന്നത്. ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. നിങ്ങളെല്ലാവരും സൂപ്പറാണ്. ബൈ.